ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ ഇന്നലെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് ഓർ എക്സിക്യൂഷൻ കോൺട്രാക്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഫസ്റ്റ് കാറ്റഗറിയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നു ഫുള്ളായിട്ട്, എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്ട് ഫുള്ളായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടിന് എന്തായിട്ട് പെർഫോമൻസിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. നത്തിങ് റിമൈൻസ് ടു ബി ഡൺ ബൈ ദയർ പാർട്ടി. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെല്ലാം കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞു. നത്തിങ് റിമൈൻസ്. ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഈസ് നോൺ ആസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ്. അടുത്ത ടൈപ്പാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. രണ്ടുപേരും തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു, പക്ഷേ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു സം പ്രോബ്ലംസ്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. പശുവിനെ വാങ്ങുമ്പോൾ 40,000 രൂപയാണ് പശുവിന് കൊടുക്കുന്ന ആള് പറഞ്ഞത്. വാങ്ങുന്ന ആളുടെ കയ്യിൽ 38,000 രൂപയേ ഉള്ളൂ, ഓൺലി 38,000 റുപ്പീസ്. പക്ഷെ ആള് 40,000 വാങ്ങാൻ വില്ലിങ് ആണ്, സമ്മതിച്ചു. കോൺട്രാക്ട് നിലവിൽ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തു, പശുവിനെ കൊടുത്തു. പക്ഷേ സംതിങ് റിമൈൻസ്. ദ മീനിങ് അവിടെ എന്തോ ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കി? നമ്മുടെ എക്സാമ്പിളില് 2,000 റുപ്പീസ് കൊടുക്കണം. അതാള് കൊടുക്കും, പിന്നെ വന്ന് കൊടുക്കും. അങ്ങനെയുള്ള കോൺട്രാക്ടിനെയാണ് എന്ത് പറയുന്നത്? എക്സിക്യൂട്ടറി കോൺട്രാക്ട്. മൂന്നാമത്തെ ടൈപ്പാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്. യൂണിലാറ്ററൽ കോൺട്രാക്ട്. അയ്യോ, സ്പെല്ലിംഗ് തെറ്റിയല്ലോ. കോൺട്രാക്ടിന്റെ CONTRACTS. യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്. എന്താണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്? വൺ സൈഡഡ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എത്ര പേരുണ്ടായിരിക്കും? 2 പേരുണ്ടായിരിക്കും. വൺ സൈഡ് എന്ന് പറഞ്ഞാലോ, ഒരാൾ മാത്രം അത് ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റേ ആള് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പറയല്ലോ, എപ്പോഴും ഇങ്ങോട്ടുള്ളൂ അവന് അല്ലെങ്കിൽ അവൾക്ക്, അങ്ങോട്ട് തന്നെ എന്നുള്ള വിഷയമില്ല. യൂണിലാറ്ററൽ അല്ലെ, വൺ സൈഡഡ് കോൺട്രാക്ട്. ഇത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും കൊടുക്കാനും വാങ്ങാനുള്ള കാര്യങ്ങളിൽ ഒരാൾ മാത്രം പെർഫോം ചെയ്തു. ആൻഡ് ഓൺലി വൺ കോൺട്രാക്ട് ഹാസ് യെറ്റ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ. മറ്റേ സൈഡിലുള്ള കോൺട്രാക്ട് ഇപ്പോഴും പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളതിനെ ആണ് എന്ത് പറയുന്നത്? യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങുന്നു, കടത്തിന് വാങ്ങുന്നു. പിന്നെ തരാട്ടോ പൈസ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഗ്രോസറി ഷോപ്പിലൊക്കെ നമ്മൾ സാധാരണ കടം പറഞ്ഞ് വാങ്ങാറില്ലേ? അയ്യോ, പൈസ ഇല്ലല്ലോ, നാളെ തരാട്ടോ, അല്ലെങ്കിൽ പിന്നെ തരാം. അപ്പൊ കടക്കാരൻ പറയാം, സാരില്ല, കൊണ്ടുപോയിക്കോ, അല്ലേ? അപ്പൊ കൊണ്ടുപോയിക്കൊള്ളാൻ പറയുമ്പോ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിലുള്ള കാര്യം ചെയ്തു, ഗുഡ്സ് നിങ്ങൾക്ക് തന്നു. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ അത് പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ യൂണിലാറ്ററൽ, ഓൺലി വൺ സൈഡഡ്, അങ്ങനെയുള്ള കോൺട്രാക്ടിനെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി പെർഫോമൻസിന്റെ ബേസിൽ വേറൊരു കോൺട്രാക്ട് ആണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. രണ്ട് കൂട്ടരും ആ കോൺട്രാക്റ്റില് ഒബ്ലിഗേഷൻസ് ഓൺ ദ ബോത്ത് ഓഫ് ദി പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. 2 പേരത് ഇപ്പൊ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളത് എക്സിക്യൂട്ടഡ് എന്ന് പറയുമ്പോൾ 2 പേരും അത് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൽ ചെയ്തിട്ടില്ല, കോൺട്രാക്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ നന്നായി പെയിന്റ് അടിക്കുന്ന ഒരാള്, പെയിന്റ് ഒരു നല്ല പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്ന ആള്. അപ്പൊ ആ ആളോട് ഞാൻ പറയണ, കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളൊരു പിക്ചർ പെയിന്റ് ചെയ്ത് എനിക്ക് തരണം. ആള് സമ്മതിച്ചു, ഞാനും ഓർഡർ കൊടുത്തു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. പക്ഷെ 2 പേര്, ആള് പിക്ചർ തന്നിട്ടില്ല, ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ളത് തന്നെയാണ് എന്ത് പറയുന്നത്? ബൈലാറ്ററൽ കോൺട്രാക്ട്. അപ്പൊ പെർഫോമൻസിന്റെ ബേസിൽ 4ആയിട്ട് കോൺട്രാക്ടിനെ ഡിവൈഡ് ചെയ്യുന്നു. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എല്ലാ എലമെന്റ്സും ഫുൾഫിൽ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്നു. എക്സിക്യൂട്ടറിയിൽ പെർഫോം ചെയ്തു, എന്നാൽ എന്തൊക്കെയോ റിമൈൻ ചെയ്തു. യൂണിലാറ്ററൽ ഒരാൾ മാത്രം ചെയ്തു, ബൈലാറ്ററൽ 2 ആളും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷന്റെ ബേസിൽ എങ്ങനെ നമുക്ക് കോൺട്രാക്റ്റിനെ ഡിവൈഡ് ചെയ്യാം? കോൺട്രാക്റ്റിന്റെ ബേസിൽ നമുക്ക് ഫോർമേഷന്റെ ബേസിൽ നമുക്ക് കോൺട്രാക്റ്റിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റത്തെ ഡിവിഷൻ ആണ് എക്സ്പ്രസ് കോൺട്രാക്ട്. എക്സ്പ്രസ്, അതായത് അത് നമ്മൾ പ്രത്യേകം
പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും നിങ്ങളും തമ്മിൽ ഇങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എഴുതുന്നു, സൈൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതിൽ വരുന്നതായിരിക്കും? എക്സ്പ്രസ് കോൺട്രാക്ട്. അല്ലെങ്കിൽ ഓറലായിട്ട് പറയുന്നു, ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വാക്ക് മാറ്റി പറയാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മള് അങ്ങനെ പ്രത്യേകിച്ച് പറയുക എഴുതുക ഒന്നും വേണ്ട. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അങ്ങനെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിക്കണം, നമ്മുടെ കോളേജിന്റെ അവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ വിളിക്കാണ്. നിങ്ങൾക്ക് സുഖമില്ല, നടന്നു പോവാനോ ബസ്സിൽ പോവാനായിട്ട് വയ്യ, എന്തെങ്കിലും കാരണം കൊണ്ട് ഓട്ടോറിക്ഷ വിളിക്കണം. ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു കൊണ്ടുവന്നു. ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കും എവിടേക്കാന്ന് ചോദിക്കും. നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുക്കും, നമ്മൾ അവിടെ ഇരിക്കുന്നു. അല്ലാതെ കോൺട്രാക്റ്റില് ഞാൻ നിങ്ങളെ എവിടേക്കാണ്, നിങ്ങളവിടെ ഞാൻ കൊണ്ടുവന്നാക്കാം, നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നുണ്ടോ? പക്ഷേ നമുക്കറിയാം ഓട്ടോറിക്ഷയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് കൊടുക്കണമെന്നുള്ളത്, പൈസ കൊടുക്കണമെന്നുള്ളത്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. ബസ്സിൽ കയറിയ ബസ് ചാർജ് കൊടുക്കണം. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖമൊക്കെ ശരിയാക്കാനും മുടിയൊക്കെ ശരിയാക്കാനും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അത് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുക്കണം. കടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിരുന്നു, സാരി വാങ്ങുന്നു, ചുരിദാർ വാങ്ങുന്നു, ഷർട്ട് വാങ്ങുന്നു, എല്ലാം വാങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന് പൈസ കൊടുക്കണം. അല്ലാതെ അവിടെ കടയിൽ കയറുമ്പോഴേക്കും ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ തട്ടി പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. അങ്ങനെയുള്ള കോൺട്രാക്ടിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അടുത്താണ് ടാസിറ്റ് കോൺട്രാക്ട്. അത് ഇംപ്ലൈഡ് കോൺട്രാക്ട് തന്നെയാണ്. ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ പോലെ തന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വേർഡാണ്. നമ്മളിപ്പോ ATM കാർഡ്, നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിൽ ATM ഇതിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുന്നു. അപ്പൊ അവിടെ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ATMലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് വരും? പൈസ നമ്മൾ എത്രയാണോ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ കേട്ടാ, നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പൈസ വരും. അപ്പൊ നമുക്ക് അറിയാം അത് ബാങ്കും നമ്മളും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. നമ്മളുടെ ATMന്റെ ഒരു പിന്നൊക്കെ അവർ തന്നിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ആ കോൺട്രാക്ട് അതൊരു കോൺട്രാക്ട് ആണ്. അപ്പൊ ആ കോൺട്രാക്റ്റിൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത്. അല്ലാതെ ഓരോ സമയവും നമ്മൾ ബാങ്കിലോട് ചെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ATM വഴി നിന്ന് 10,000 രൂപ, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ATM ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് ടാസിറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺട്രാക്ട് ആണ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചത് കോൺട്രാക്റ്റേ അല്ല. സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ എലമെന്റ്സും എടുത്ത് നോക്കുമ്പോൾ അത് കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നേ ഇല്ല. പിന്നെ അത് മനഃപൂർവ്വം എൻ്റർ ചെയ്യുന്നതുമല്ല അങ്ങനെയുള്ളത്. അതില് പക്ഷെ അത് എൻ്റർ ചെയ്താൽ കുറച്ച് ഒബ്ലിഗേഷൻസ് ഒക്കെ വരും. അങ്ങനെയുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പൊ നമ്മള് ഓർഡർ കൊടുക്കാണ്, എന്തെങ്കിലും ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഓർഡർ കൊടുക്കണം, വീട്ടിലിരുന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയോട്ടാ എന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കണം ഫോൺ വിളിച്ചിട്ട്. അവർക്ക് വീട് തെറ്റിട്ട് വേറെ വീട്ടിൽ കൊടുത്തു. വേറെ വീട്ടിൽ കൊടുത്തു. അവിടേക്ക് പറഞ്ഞാൽ അതിങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി കടയിലുള്ള സെയിൽസ്മാൻ കൊടുത്തു. അപ്പൊ അവരിത് ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അവരത് വളരെ ഭംഗിയായിട്ട് അവരുടെ സ്വന്തം പോലെ അതുകൊണ്ട് വാങ്ങി വെച്ചു. കടക്കാരെ അവർക്ക് വെറുതെ സന്തോഷം കൊണ്ടു കൊടുത്ത പോലെ. അപ്പൊ എന്തായിരിക്കും, എന്ത് സംഭവിച്ചു? അതവിടെ ശരിയായില്ല. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇവർക്ക് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു അവര്? ഒന്നെങ്കിൽ ഇതിന്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അയ്യോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അയ്യോ നിങ്ങൾക്ക് വീട് തെറ്റിയതായിരിക്കും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കോൺട്രാക്ടിനെയാണ് എന്ത് പറയുന്നത്? ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാസി കോൺട്രാക്റ്റില് വെറുതെ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയല്ല, കുറെ പ്രോബ്ലംസ് ഉണ്ടാക്കും. പല അവസരങ്ങളിലും ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ക്വാസി കോൺട്രാക്റ്റിനെ മാത്രം സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാണ്. സെക്ഷൻ 68 തൊട്ട് 72 വരെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 68 തൊട്ട് സെക്ഷൻ
72 of Indian Contract Act, ACT Contract Act, deal with 5 different types of quasi contractual obligation. 5 തരത്തിൽ ഇങ്ങനെ നമുക്ക് ഒബ്ലിഗേഷൻസ് വരാം. എങ്ങനെയൊക്കെ വരാം? ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്. നമ്മൾ ഒരാൾക്ക് നെസസറി ഐറ്റം സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ആ പൈസ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. റീഇംബേഴ്സ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സണ് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാം. ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ട്. അങ്ങനെ ഏതെങ്കിലും ഇതായിട്ട് ഒരു വ്യക്തി നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാം. ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഒരാള് ഒരു സാധനം റോട്ടിൽ നിന്നോ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗുഡ്സ് ഒക്കെ മിസ്റ്റേക്ക് ആയിട്ട് ഡെലിവറി ചെയ്തു. ഈ 5 ഡിഫറെന്റ് സിറ്റുവേഷനിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ക്വാസി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അത്രയ്ക്കും മെന്റലി സ്ട്രോങ് ഒന്നല്ല, അത്രയ്ക്കും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ അയാൾ കല്യാണമൊക്കെ കഴിച്ച് അയാൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഗുഡ്സ് നെസസറി അവർക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നിന്നാണ് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ട് പറയണ ഈ പൈസ ഇല്ലാന്ന് പറയണം. ഇയാള് ജോലിക്കൊന്നും പോണില്ല, പിന്നെ ഇയാള് അത്ര ഏബിൾ ഒന്നല്ല, പിന്നെ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ പൈസ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ശരിയാവോ? കാര്യം ശരിയാവോ? ആ വീട്ടിലുള്ളവരൊക്കെ ഈ കടയിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചതല്ലേ. അപ്പൊ അങ്ങനെ നെസസറി ഐറ്റം അവർക്ക് ജീവിക്കാനായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്തിട്ട് അതിന്റെ പൈസ ക്ലെയിം ചെയ്യാനായിട്ട്, അത് എങ്ങനെയെങ്കിലും വാങ്ങാനായിട്ട് ആർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും? ഷോപ്പ് ഓണർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതവിടെ എംപ്ലോയിഡ് ആണ് ഇങ്ങനെ പൈസ കൊടുക്കണം എന്നുള്ളത്. അത് കോൺട്രാക്റ്റിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം അവരിങ്ങനെ പറഞ്ഞതൊട്ടും ശരിയായില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിൽ എന്ത് കോൺട്രാക്ട് ആണ് അവിടെ വരുന്നത്? ക്വാസി കോൺട്രാക്ട് ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ഇതാണ് റീഇംബേഴ്സ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അതായത് 1872 കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ ഹു ദെർഫോർ പേസ് ഇറ്റ് entitled to pay reimbursed by the other. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എ എന്ന് വിചാരിക്കുക, വേറൊരു കുട്ടി ബി എന്ന് വിചാരിക്കുക. എ ബിയിൽ നിന്ന് 100 രൂപ കടം വാങ്ങി, നാളെ തരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എ ചോദിക്കുന്ന പിറ്റേ ദിവസം നീ ഇന്നലെ വാങ്ങിയ 100 രൂപ ഇങ്ങോട്ട് തന്നേ. അപ്പൊ ബിയുടെ കയ്യില് ഉണ്ടായില്ല, പൈസ ഉണ്ടായില്ല, മറന്നുപോയി കൊണ്ടുവരാൻ, വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പൊ എക്കാണെങ്കിൽ അന്ന് തന്നെ പൈസ അത്യാവശ്യമാണ്. അപ്പൊ പറയാ, അയ്യോ നീ പൈസ തരാനുണ്ടല്ലോ, അപ്പൊ അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ പൈസ എടുക്കാൻ ഞാൻ വീട്ടിൽ നിന്ന്. എനിക്ക് ആ പൈസ വേണമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ സി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട് ഇത് കേട്ടിട്ട് പറഞ്ഞു, അന്ന് സാരല്ല ഞാൻ കൊടുത്തരാം. സി എന്നിട്ട് എക്ക് 100 രൂപ കൊടുക്കണം. ഈ സിറ്റുവേഷനില് ബി പിന്നെ എന്ത് ചെയ്യണം? ബി ആ 100 രൂപ പിറ്റേ ദിവസം സിക്ക് കൊടുക്കേണ്ടതാണ്. അത് ഉറപ്പല്ലേ? ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ അത് ഇൻട്രസ്റ്റഡ് പേഴ്സൺ സി ബിക്ക് വേണ്ടിയിട്ട് എക്ക് വേണ്ടിയും അത് ചെയ്തിട്ട് സിക്ക് പുലിവാലാവരുത്. സിക്ക് അത് എന്ത് കിട്ടേണ്ടതാണ്? റീഇംബേഴ്സ് ചെയ്ത് കിട്ടേണ്ടതാണ്. ആരിൽ നിന്നാണ് കിട്ടേണ്ടത്? ശരിക്കും ബിയിൽ നിന്നാണ്. എ കൊടുക്കുകയാണെങ്കിലോ ബി വീണ്ടും 100 രൂപ എക്ക് കൊടുക്കേണ്ടതാണ്. എന്തായാലും ബി പൈസ കൊടുക്കണം. അപ്പൊ അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂഷ്യസ് ആക്ട്. അതായത് സെക്ഷൻ 70 അത് പറയുന്നത്. വേർ എ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ് ഫോർ അനദർ പേഴ്സൺ. നിയമപരമായിട്ട് ഒരാള് വേറൊരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും ഡെലിവർ ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ
ഇന്റൻഡിങ് ടു ഡു ഗ്രാറ്റിറ്റ്യൂഷ്യലി, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമായിട്ട് അവന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള അങ്ങനെയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻജോയ്മെന്റ്, എൻ്റെ ഫ്രണ്ട് അല്ലേ, അത് അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തു. ദ ലേറ്റർ ഈസ് ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ ടു ദ ഫോർമർ ഇൻ റെസ്പെക്ട് ഓഫ് ടു റീസ്റ്റോർ ദ തിൻ ടു സോ ഡൺ ഓർ ഡെലിവേർഡ്. മറ്റയാൾ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളുടെയൊക്കെ നമ്മളുടെയൊക്കെ നാട്ടില് അടുത്ത വീട്ടിലൊരു കല്യാണം വന്നു. നമ്മള് അവർക്ക് പൈസക്കൊക്കെ കല്യാണമൊക്കെ അല്ലേ, അപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഗോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവുമ്പോ നേച്ചുറലായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്? നമ്മുടെ നാട്ടിൽ നടപ്പനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള സിമ്പിൾ എക്സാം പറഞ്ഞ എന്താണ് കേട്ടോ. അവര് നമ്മുടെ വീട്ടിലേക്ക് അത് തരും അല്ലേ? അങ്ങനെയുള്ളതാണ്. അതൊരു സിമ്പിൾ എക്സാം. അപ്പൊ ഇങ്ങനെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് നിയമപരമായിട്ടും ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കുറെ പൈസയുടെ ആവശ്യം വന്നു പെട്ടെന്ന്, അപ്പൊ ഒരാള് അത് അവരുടെ ഭൂമി പണയം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തരണം. അപ്പൊ അവിടെ നിയമപരമാണ്, നമ്മൾ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അതുപോലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാം. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നതാണ്, ഇതില് വരുന്നതാണ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അടുത്തത്